ഓ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട് പഴയത് മൊത്തം മണ്ണിനടിയിലായി, തറ ഉൾപ്പെടെ. ഒന്നാം കല്ല് ആണ്ട് 7 വെള്ളം കഴുകല്ല്, കേവ് വെള്ളത്തിന് അന്നത്തെ കാലത്ത് ഇറക്കിയിട്ട് കെട്ടിയത്. അതെല്ലാം അതാ തെളിക്കാതെ അടിച്ചോണ്ട് പ്രയോജനമില്ല. അതൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുമല്ലേ. നിങ്ങൾ നേരെ ബസാറിലേക്ക് പോവുക. ആണോ? ആ അത് ശരി. ഉണ്ട്. ഇവിടെ അതന്നെ വരുന്നത് നോക്ക്. പ്രസാദനെ വിളിക്കട്ടെ, വിളിച്ചാൽ കല്യാണത്തിന്റെ പ്രസാദ് വരണം കേട്ടോ. 16-ാം തീയതി 16-ന് അസറത്ത് പള്ളി. ചേട്ടനെ വിട്ടൊരു കളിയില്ല. മാലപ്പത്ത 2 വീട്ടുണ്ട്, പിന്നെ കരഞ്ഞാട്ടുകൂടി. ഞാൻ അവിടെ പണിയാണ്, ഞാൻ ഓർത്ത്. അങ്ങപ്പുറത്തും പോണം. എല്ലാം കിടക്കുവാ. എല്ലായിടത്തും ഉണ്ട്. ഇന്ന് മൊത്തം തെളിക്കണമെന്ന് പറ്റുന്ന പോലെയൊക്കെ. ഞാൻ കളിച്ചില്ലല്ലോ. പ്രസാദായിരുന്നോ? അല്ല അല്ല, ഞാൻ ഇല്ലല്ലോ. അവിടെ നോക്കട്ടെ. അല്ലെങ്കിൽ നീറുണ്ടോ? മെതാവല്ലേ? നീറുണ്ട്. ഞാൻ പോവാ, വിളിച്ചോടത്തേ. ഞാൻ പോവാന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോവാ. ഇപ്പൊ ഇറങ്ങാനില്ലേ? ഇതല്ല കൊതുകല്ല, പാഞ്ഞ് കിടപ്പുണ്ട്. കൊതുക് ഇപ്പൊ ഈ പുല്ല് വെട്ടുമ്പേ.
അയ്യോ ഈ കൈ കളഞ്ഞു നല്ല മുട്ടനായിട്ട് കയറി വന്നു. ആ തൈയും കളയും അമ്മമാരവിടെ അവിടെ വന്നിട്ട് വന്നു അവിടെ തൈ ഇല്ല ആ ഇന്ന് എല്ലാം മുടിച്ചിട്ട് പോകാനാണ്. ഇവിടെ വെട്ടി വരുമ്പോഴത്തേ എന്നത് കാണിക്കുന്നത് ഞാനെൻ്റെ വയറ്റി പേഴ്പ്പിനുള്ള പണി നടത്തി കഴിക്കുന്നത്. എന്നെ ബോധമില്ലാടി ഞാൻ മതിൽ കിടന്നു നിൽക്കുന്ന മണ്ടയ്ക്കോട്ട് പോകുന്നു. ഇത് ബോധമില്ല. മതി. അപ്പം അങ്ങനെ ഞങ്ങളത്ര നോക്കി ഇത് വലിയ സൈനിക ഓട്ട കെട്ടിയിരിക്കുന്നതൊക്കെ ഇവിടെ ഞങ്ങൾ തീർക്കാറ് പറഞ്ഞു നോക്കി. ഞാൻ അവിടെ അതുപോലെ വെട്ടണം പൊങ്ങി ഇവിടെ പടിഞ്ഞാറ മതിൽ ഇതുപോലെ തന്നെ പൊക്കി കെട്ടിയാലേ അത് പറ്റുള്ളൂ. അല്ല ഇതുപോലെ മണ്ണ് അവിടെ ഒക്കെ പോകണ്ട. മണ്ണ് ഇതുപോലെ ഒഴിച്ചിട്ടില്ല. ടൈറ്റിലില്ലാണ്ട് ഞാൻ വിഷമിക്കും. എനിക്ക് ഒത്തിരി ഇടാനുണ്ട്, പക്ഷെ ടൈറ്റിലൊന്നുമില്ല. ആ തെങ്ങ് ആരാ ഓമനെ കളഞ്ഞത്? ഓമനയുടെ പടിഞ്ഞാറൻ വശത്ത് ഒരു കൈ മണ്ണിനടിയിലാക്കി. ആ എടുക്കുന്നുണ്ടോ? ആ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട്. എന്നാ അത് തല പൊട്ടിയതാ. അല്ല പിന്നെ മണിയമ്മേനെ ഒരു വിളിക്കും. ഇങ്ങോട്ട് വന്ന് ചേച്ചിക്ക് ഏതാണ്ട് ഒരു വിഷമം വിളിച്ചാ തീർന്നു. എന്നിട്ട് പുള്ളിനെ പറഞ്ഞോ? നീ വന്നു ഞാൻ വഴി നിന്നിട്ട് പുള്ളി വണ്ടി നിർത്തി ഓഫ് ചെയ്തു. നിരാശയായി. ആ പുള്ളിക്ക് ഭയങ്കര നിരാശയായി. പുള്ളി കരയുക. വലിയ സന്തോഷത്തിൽ കഴിയുമായിരുന്നു രണ്ടുപേരും കൂടെ. രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. ഒരു കൂട്ടർ വരും 2-3 ദിവസം കൂടുമ്പോൾ. അവർ വന്ന് ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും കൂടെ വരും. രണ്ടുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചേക്ക് പോകും. അങ്ങനെയാണോ ഇപ്പൊ കഴിക്കുന്നത്? എല്ലാം ചെയ്ത് കൊടുത്തേക്ക്. ആര് വരുന്നു? പടിഞ്ഞാറന്നൊരു ഭാര്യയും ഭർത്താവും കൂടെ വരും. എന്നിട്ട് തൊട്ടുകാരി തുടച്ചെല്ലാം കൊടുത്തിട്ട് പോകും. അരിയും കറിയൊക്കെ വെക്കും. ചോറും കറിയൊക്കെ വെക്കും. ചോറും ഒക്കെ വെച്ച് പോവും. ആ അങ്ങനെയാണോ പുള്ളിയുടെ ജീവിതമൊക്കെ? ആ എന്നും പുലി ആയിരിക്കാൻ പറ്റുകയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പുള്ളിയോട് പറഞ്ഞു എന്ന് നിങ്ങളാർക്കോ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നൊന്നും ആർക്കും ഇല്ല. അതാ ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റുകയില്ല. നമ്മൾ നടക്കുന്ന ആൾ വലിയ പുലിയാന്നും പറഞ്ഞ് എന്നാ കേടി രാജൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലോ. പറിച്ചാലൊന്നും തീരത്തില്ല. അടിക്കുക, മരുന്നടിക്കുക. ചെറിയ കുപ്പിക്കകത്തോട്ട് കലക്കി അവിടെ വെച്ചേച്ച് കുറേ അങ്ങനെ ഇപ്പം എൻ്റെ പരിപാടി.
ഇപ്പോൾ പഞ്ചായത്തിൽ പൈസ എടുക്കാൻ പോകുന്നു. അപ്പൊ ഇവിടെ മതിയായി ഇനി ഇത്രയും ഇട്ടോ ഇനി വേണ്ട പഞ്ചായത്തുകാർ 10,000 രൂപ തരാനില്ല. അതിനതിന് ഇവിടെ എല്ലാവരും പഞ്ചായത്തുകാർ ഇങ്ങോട്ട് തരാൻ കിടക്കും. ആ അത് മേടിക്കണേ അവിടെ അപേക്ഷയൊക്കെ കൊടുത്ത് കാത്തിരിക്കണമെന്നാണ് തോന്നുന്നു. മറക്കരുത്. അത് മറക്കാതെ ഇപ്പോഴൊക്കെ തന്നെ അപേക്ഷ കൊടുത്താലേ കിട്ടുള്ളൂ. ഇന്ന് പോയി കൊടുക്കണം അപേക്ഷ. അതിൻ്റെ ബില്ലൊന്നും തപ്പിയെടുത്താൽ വലിയ കാര്യം. അവിടെ ഈ പുള്ളി ഈ എപ്പോഴൊക്കെ നടക്കാം. എനിക്ക് മനപ്രയാസം കയറിയിട്ട് പുള്ളി കഷ്ടമുണ്ട്. അതിന് എത്ര വയസ്സുണ്ട്? നല്ല പ്രായമില്ലേ? 70 വയസ്സ് കാണുമ്പോൾ അങ്ങേറ്റം 70